നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എല്ലാം നേരത്തെ പറഞ്ഞുറപ്പിച്ചു വന്ന് അമ്മയുടെ മുൻപിൽ പ്രസന്റ് ചെയ്ത പോലെയാ എനിക്ക് തോന്നുന്നത്. എന്നുവെച്ച പവിസാറ് എന്തൊക്കെ കൊടുക്കണമെന്ന് ആലോചിച്ചോ അതെല്ലാം അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള ഒരു തന്ത്രം. ആ പദ്ധതി പവിസാറ് വിജയകരമായി നടപ്പാക്കി. എന്തായാലും ശ്രേയെ കല്യാണം കഴിപ്പിച്ച് അയക്കുമ്പോ അവൾക്ക് ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് കൊടുക്കണം. അമ്മ അത് കൊടുക്കാന്ന് സമ്മതിക്കുകയും ചെയ്തു. എന്തായാലും ആ കല്യാണം നന്നായിട്ട് നടക്കട്ടെ. തനിക്കെന്താ ഇപ്പോഴൊരു വിശ്വാസം ഇല്ലാത്ത പോലെ? ചില കാര്യങ്ങൾ കാണുമ്പോ നമ്മുടെ മനസ്സിൽ ആദ്യം ഒരു തോന്നൽ വരും. അത് കറക്റ്റ് ആയിരിക്കും. ഇന്നത്തെ പെണ്ണ് കാണലില് തന്റെ മനസ്സിൽ ആദ്യം തോന്നിയത് എന്താ? അതെന്താണെന്ന് വ്യക്തമായിട്ട് പറയാൻ എനിക്കാവുന്നില്ല. പക്ഷേ ഒരു കള്ളത്തരം ഇവിടെ പലരുടെയും മുഖത്തുണ്ടായിരുന്നു. നോട്ടത്തിലും പെരുമാറ്റത്തിലും എല്ലാം അത് പ്രകടമായിരുന്നു. ആരും അത് അറിയാതിരിക്കാൻ അവര് നന്നായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ആ ഒരു കള്ളത്തരം അവരുടെ എല്ലാവരുടെയും മുഖത്ത് വ്യക്തമായിട്ട് ഞാൻ കണ്ടതാ. ഈ കല്യാണാലോചനയ്ക്ക് പിന്നിൽ എന്തോ ഉണ്ട് രൂപേഷേട്ടാ. അതെന്തെങ്കിലും ആയിക്കോട്ടെ ദർശനെ, ഇനി അതിന്റെ പിന്നാലെ ഒന്നും പോവാൻ നിൽക്കണ്ട. ഇത് നമ്മളാരും കൊണ്ടുവന്ന ആലോചന അല്ലല്ലോ, അവര് തന്നെ കൊണ്ടുവന്നതല്ലേ. സ്ത്രീധനത്തിന്റെ കാര്യവും അവര് തന്നെയാ നിശ്ചയിച്ചത്. അതമ്മ കൊടുക്കാന്ന് സമ്മതിച്ചു. ഇനി കല്യാണം നടന്നാലും നടന്നില്ലെങ്കിലും അത് അവരെ ബാധിക്കുന്ന വിഷയമല്ലേ. പിന്നെ ഇതിന്റെ പിന്നിൽ എന്തുണ്ടായാലും നമുക്ക് എന്താ? നീ അതിനെക്കുറിച്ച് ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കണ്ട. എനിക്കൊരു ടെൻഷനും ഇല്ല. എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞേ ഉള്ളൂ. കല്യാണം എന്ന് പറയുന്നത് രണ്ട് കുടുംബങ്ങൾ തമ്മിലാണ്, അല്ലാതെ രണ്ട് വ്യക്തികൾ മാത്രമായിട്ടുള്ള ബന്ധമല്ല. ഈ കല്യാണം കഴിഞ്ഞാലും ശ്രേയയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ കുടുംബത്തെ ബാധിക്കും. ചിലപ്പോ ബിസിനസിനെയും ബാധിക്കും. അതെന്തായാലും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. എന്ത് പ്രശ്നം വന്നാലും നമുക്ക് നേരിടാണോ. താൻ ധൈര്യമായിട്ടിരിക്കും. താക്കോലെ, നീ എവിടെയാടാ? എന്തോ ഇത്? ഇതിലൊരെണ്ണത്തിൽ തൊട്ടെ. എന്തിനാ? തൊട്, പറയാം. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ശരിയാ. അതിന് നീ എന്താ ഉദ്ദേശിച്ചത്? ആ കല്യാണം ശരിക്കും ഉടായിപ്പ് തന്നെയാ. നിങ്ങൾ എന്റെ വിരലിൽ തൊട്ടപ്പോ എനിക്കത് ബോധ്യമായി. നീ എന്തൊക്കെ മണ്ടത്തരായി പറയുന്നേ? ഇത് സത്യം എഴുതിയേട്ടാ. ശ്രേയയുടെ കല്യാണക്കാര്യത്തില് എനിക്കെന്തോ ഒരു ഉടായിപ്പ് നേരത്തെ ഫീൽ ചെയ്തതാ. ഇപ്പൊ എനിക്കത് കൂടുതൽ ബോധ്യമായി. നിനക്ക് എന്ത് ബോധ്യായി എന്നാ പറയുന്നേ? ആ പയ്യനെയും അവന്റെ അച്ഛനും അമ്മയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? അവർക്കെന്താ കുഴപ്പം? അവര് തമ്മിൽ എന്തെങ്കിലും ഒരു ചേർച്ചയുണ്ടോ? നിങ്ങൾ അവരെ ശ്രദ്ധിച്ചോ? അവിടെ ഇരുന്നപ്പോ അവര് തമ്മില് ഒരു അടുപ്പില്ലാത്തതുപോലെയല്ലേ ഇരുന്നത്? ആണോ? നിനക്ക് അങ്ങനെ തോന്നിയോ? ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല. എനിക്കറിയാം നിങ്ങളത് ശ്രദ്ധിക്കത്തില്ല. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചു. എനിക്കത് മനസ്സിലാവുകയും ചെയ്തു. പിന്നെ ആ ചെക്കിന് ശ്രേയൻ തമ്മിലുള്ള പെരുമാറ്റവും നോട്ടവും നിങ്ങൾ ശ്രദ്ധിച്ചോ? അല്ല, അതെന്താ ഇത്ര ശ്രദ്ധിക്കാനുള്ളത്? അവര് തമ്മിലേ നേരത്തെ നല്ല പരിചയമുണ്ട്. അതെനിക്ക് ഉറപ്പാ. നീ എന്തൊക്കെ കാര്യങ്ങളാ രഞ്ജിനി ശ്രദ്ധിച്ചത്? ഞാനതൊന്നും നോക്കിയതേയില്ല. അല്ലെങ്കിലും നിങ്ങൾ ആണുങ്ങളോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ഇതൊക്കെ ഞങ്ങൾ പെണ്ണുങ്ങളുടെ കണ്ണിലേ കാണൂ. രഞ്ജിനി, നീ ഇപ്പൊ എന്താ ഈ പറഞ്ഞു വരുന്നത്? ഈ കല്യാണാലോചനയുടെ പിന്നില് എന്തോ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഇവര് ബാംഗ്ലൂരിലാണെന്നല്ലേ പറഞ്ഞത്? അതെ, അതിനെന്താ കുഴപ്പം?
പവിയേട്ടനും ബാംഗ്ലൂരിലെ ചില ആളുകളും തമ്മിലെ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ടെന്ന് ഒരിക്കലും നിങ്ങൾ എന്നോട് പറഞ്ഞില്ലായിരുന്നോ? എപ്പോ? ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നു? എന്തോ ഞാൻ ഓർക്കുന്നില്ല. നിങ്ങൾ മറക്കും. അരണയുടെ ബുദ്ധിയല്ലേ നിങ്ങൾക്ക്? പക്ഷേ പവിയേട്ടൻ അങ്ങനെ അല്ല. വിശ്വം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്ന് എങ്ങനെ പണം അടിച്ചു മാറ്റണോന്ന് അയാൾക്കറിയാം. അതും ഇവരുടെ വരവും തമ്മില് എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് എന്റെ സംശയം. നിങ്ങൾ എന്തോന്ന് ഇങ്ങനെ കുന്തം വിഴുങ്ങിയതുപോലെ ആലോചിച്ച് നിൽക്കുന്നേ? നീ ഇപ്പൊ ഓർമ്മിപ്പിച്ചപ്പോഴാ ഞാനും ചില കാര്യങ്ങൾ ഓർക്കുന്നത്. ഇടയ്ക്കിടെ ബാംഗ്ലൂരിൽ നിന്ന് പവിത്രനെ തേടി ചില ഫോൺ കോളുകൾ വരാറുണ്ട്. 1-2 തവണ ഞാനുള്ളപ്പോൾ തന്നെയാ പവിത്രൻ അവരോട് സംസാരിച്ചത്. അന്നത്തെ സംസാരത്തിൽ എവിടെയോ ഈ സതീഷ് എന്നൊരു പേര് കേട്ടതുപോലെ എനിക്ക് തോന്നുന്നു. ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് വന്നില്ലേ? എതിയേട്ടാ, ഒരു കാര്യം ഉറപ്പാ, ഈ കല്യാണത്തില് എന്തോ ഒരു ചതിയുണ്ട്. സ്വന്തം മകളുടെ കല്യാണം ആയതുകൊണ്ട് ശ്രേയ അവര് ചതിക്കില്ല. ചതിക്കാൻ പോകുന്നത് വിശ്വം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെയും ഈ കുടുംബത്തിനെ ആയിരിക്കും. എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചേ പറ്റൂ. കാരണം നഷ്ടപ്പെടാനുള്ളത് നമുക്ക് മാത്രമാ. ഇപ്പൊ തന്നെ പവിയേട്ടന് എത്ര കോടി രൂപ അവിടെ നിന്ന് അടിച്ചുമാറ്റി കാണുമെന്ന് ആർക്കറിയാം? നിങ്ങൾ ആ കമ്പനിയിൽ പോയിരുന്നിട്ട് എന്ത് കാര്യമുണ്ട്? ഇന്ന് വരെ 5ന്റെ കാശുണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? വെറുതെ പോകുന്നു, വരുന്നു, ഉണ്ണുന്നു, ഉറങ്ങുന്നു. അതല്ലാതെ നിങ്ങളെ കൊണ്ട് എന്താ ഒരു ഗുണം? ഞാനങ്ങനെ അവിടെ പോയി വെറുതെ ഇരിക്കുകയാണെന്നൊന്നും നീ കരുതണ്ട. വിശ്വം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ ചതിച്ചിട്ട് മറ്റെന്തെങ്കിലും നേട്ടം കൊയ്യാമെന്ന് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിക്കുക പോലുമില്ല. പക്ഷേ മറ്റാരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊന്നും സമാധാനത്തോടെ ജീവിക്കുകയുമില്ല. അതിനെന്തൊക്കെ വേണമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നീ പറഞ്ഞതുപോലെ ഈ കല്യാണത്തിനു പിന്നിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ ഞാനത് കണ്ടുപിടിക്കും. എന്നിട്ട് ഏട്ടത്തി അറിയിക്കുകയും ചെയ്യും. എന്തിനറിയിക്കാൻ പോകുന്നത്? അവർക്ക് എപ്പോഴും വിശ്വാസം അവരുടെ സഹോദരനെ തന്നെയാ. അങ്ങേരെ ആര് കുറ്റം പറഞ്ഞാലും അവർക്കത് ഇഷ്ടപ്പെടില്ല. ഭർത്താവിന്റെ അനിയനാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. നിങ്ങളുടെ ചേട്ടനുണ്ടാക്കിയ ബിസിനസ് സ്ഥാപനത്തില് നിങ്ങളെക്കാൾ അധികാരം അവര് സ്വന്തം സഹോദരന് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാ? അതാണ് രക്തബന്ധം, ചോരയുടെ ശക്തി. നിങ്ങളുടെ ചേട്ടൻ മരിക്കുന്നതിന് മുന്നേ ഇങ്ങനെ എന്തെങ്കിലും ഒരു അധികാരം അവര് നിങ്ങൾക്ക് തന്നിരുന്നെങ്കില് ഇപ്പോഴേ ഈ അടിമപ്പണി ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇങ്ങനെ ആലോചിച്ച് തീ പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇതിന്റെയൊക്കെ പിന്നാലെ ഒന്ന് പോയി നോക്ക്. അപ്പ അറിയാം സത്യം എന്താന്ന്. ഈ വന്നവരും നിന്നവരും ഒക്കെ ആരാണെന്ന്. ആ ചതി കണ്ടുപിടിക്കാനായാല് നിങ്ങളായിരിക്കും വിശ്വം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ രാജാവ്. നോക്കിക്കോ. അങ്ങനെ മരുവത്തൂരിലെ സ്വത്തിന്റെ ഒരു ഭാഗം നമ്മുടേതായി മാറാൻ പോകുന്നു. ശ്രേയയുടെ സതീഷിന്റെയും കല്യാണം കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്കും ഇവിടുന്ന് പോണം, ബാംഗ്ലൂരിൽ സെറ്റിൽ ആവണം. എല്ലാം ഒന്ന് ചെയ്തു തീർത്തിട്ട് വേണം, എല്ലാത്തിനെയും അവസാനിപ്പിച്ചിട്ട് വേണം എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിക്ക് 2 തുള്ളി കണ്ണീരുകൊണ്ട് എനിക്കൊരു ബലിതർപ്പണം നടത്താൻ.